ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം and be right back only on Premier Footwear. Let's Dance Season 2. റുജിൻ ആരാണെന്ന് സംശയം ഉണ്ടായിരുന്നു. ഇതില് നടുക്ക് നിൽക്കുന്ന ആയിരിക്കും തോന്നി. അപ്പം ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ തെർമോക്കോൾ പൊക്കുമല്ലോ, മറ്റേ ഷുഗർ ക്യൂബ്സ് ഉണ്ടല്ലോ, ക്യൂബ്സ് പൊക്കുന്നതിൽ അപ്പോൾ അതിൽ ടൈമിങ്ങും മിസ്സായി. എല്ലാവരും 4 വട്ടം പൊക്കി, പ്രജിൻ 5 വട്ടം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രജിനാണ്. ശരിക്കും നമ്മൾ ഈ എയർഫോഴ്സിലൊക്കെ അവർ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ കടലിന്റെ നടുക്കൊക്കെ ഇങ്ങനെ ഹെലികോപ്റ്ററിന്റെ അകത്തുനിന്ന് ഒരു ലാഡർ വരും. അത് ഇതേപോലെയുള്ള റോപ്പ് ലാഡറാണ്. അവർക്ക് എന്തുമാത്രം ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതുകൊണ്ടാണ് കടലിന്റെ നടുക്ക് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങൾ ചെയ്തപ്പോൾ ശരിക്കും ഓരോ ഹാർട്ട് ബീറ്റും ഇങ്ങനെ 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 ടഫ് 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 ഇടിച്ചോണ്ടേയിരുന്നു. Sheila mala pere yedena ara ure yedena amma yantu bumi de asalule kunte kanna life is sunna. Prajin, Anjali and ബാക്കി ഉറുമ്പുകൾ നല്ലൊരു ക്രിയേറ്റിവിറ്റി തന്നെയായിരുന്നു. ഉറുമ്പ് ഡാൻസ്, നമുക്കൊരു പേര് വെക്കാം, ഉറുമ്പ് ഡാൻസ്. ഓക്കെ, റോമിയോ ജൂലിയറ്റ് പറയും. ഈ ഉറുമ്പ് ഡാൻസ് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. ഈ സെമി ഫൈനൽസിൽ നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് കളിക്കുന്നതെന്നുള്ളതാണ് ചോദിക്കാനുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ട് എല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു റൗണ്ടിന് ആപ്റ്റായിരുന്നില്ല പ്രജിൻ, അഞ്ജലി. അതൊരു ക്രീച്ചർ റൗണ്ടിനായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നതിനാണ് എൻ്റെ സജഷൻ. ഇതിൽ ഞാൻ ഒന്ന് ചോദിച്ചിട്ട്, പ്രജിൻ, ഇതിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് എന്താണ് നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ഉറുമ്പ് ഡാൻസ് വന്നില്ല, അപ്പോൾ ക്രിയേറ്റിവിറ്റി ആവുമെന്ന് വിചാരിച്ചു. പ്രജിൻ, ദിസ് ഈസ് നോട്ട് എ ക്രീച്ചർ റൗണ്ട്, ആൻഡ് കൊണ്ടുവരത്തുക. നിങ്ങളൊരു മേക്കപ്പോ അല്ലെങ്കിൽ ഒരു ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തും പോസിബിൾ ആണ്. നിങ്ങൾ ചെയ്തിട്ടില്ല, ഇവിടെ ഈ സ്റ്റേജിൽ വന്നിട്ടില്ലാത്ത ഗെറ്റപ്പ് ഇല്ല, എല്ലാ ക്രീച്ചേഴ്സിന്റെ രൂപത്തിൽ വന്നു, ഒരുപാട് മേക്കപ്സിൽ ഇതെല്ലാം വന്നു. പക്ഷെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്രിയേറ്റീവ് റൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രിയേഷൻ, ആ ഒരു മേക്കിംഗ്, അതിലുള്ള ഒരു ഡിഫറൻസും ആണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാജയപ്പെട്ടു പോയി. ഈ ഒരു റൗണ്ട് നിങ്ങൾ ഒട്ടും ജസ്റ്റിഫൈ ചെയ്തില്ല എന്ന് പറയും. പിന്നെ ഈ ഉറുമ്പുകളുടെ ഈ ഡാൻസിലെ ഉറുമ്പുകളുടെ ഈ വരിവരിയായിട്ട് പോകുന്ന വാച്ച് ചെയ്തിട്ടുണ്ടോ? അത് ഒരു സാധനം ഇത് എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വളരെ ലൈനായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഈവൻ ആ ഒരു ലൈൻ പോലും നിങ്ങൾ ഫോളോ ചെയ്തില്ല. നിങ്ങൾ ആ മുട്ടിലഴിഞ്ഞ് പോയപ്പോൾ പോലും ഒരു ലൈനായിട്ട് പോലും അതൊന്നും ഫോളോ ചെയ്തില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് വരുമ്പോൾ തിരിച്ച് ഒരു പോസ് ഉണ്ട് മറ്റൊരു ഉറുമ്പുമായിട്ട്, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഈവൻ അത്രയും ഇങ്ങനെ ഒരു റൗണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ ഈവൻ അത്രയും ഡീറ്റെയിലേക്ക് പോലും പോയില്ല. അഞ്ജലിയിലെ ആ ബ്രെഡിന് അടിയിൽ വീണത്, അത് കഴിഞ്ഞ് ഒരു പരിക്കും കൂടാതെ പെട്ടെന്ന് എഴുന്നേറ്റ് അടുത്ത ഡാൻസ് ചെയ്തു. അവസാനം എല്ലാവരും കഷ്ടപ്പെട്ട് ആ ബ്രെഡ് എല്ലാം എടുത്ത് മേളിൽ വെച്ചു. പിന്നെ ആദ്യം ഈ നിന്നപ്പോൾ തന്നെ എനിക്ക് പ്രജിൻ ആരാണെന്ന് സംശയം ഉണ്ടായിരുന്നു. ഇതിൽ നടുക്ക് നിൽക്കുന്ന ആയിരിക്കും തോന്നി. അപ്പം ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ തെർമോക്കോൾ പൊക്കുമല്ലോ, മറ്റേ ഷുഗർ ക്യൂബ്സ് ഉണ്ടല്ലോ, ക്യൂബ്സ് പൊക്കുന്നതിൽ അപ്പോൾ അതിൽ ടൈമിങ്ങും മിസ്സായി. എല്ലാവരും 4 വട്ടം പൊക്കി, പ്രജിൻ 5 വട്ടം. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പ്രജിനാണ് ശരിക്കും. എനിവേ, ഓൾ ദ ബെസ്റ്റ് പ്രജിൻ, അഞ്ജലി. ഇങ്ങനെ ചെയ്താൽ പോരാ, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അഞ്ജലി, പ്രജിൻ. അത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് ഒരു റൗണ്ട് മാത്രം വളരെ ഇതായിട്ട് ഒട്ടും ചിന്തിക്കാതെ നിങ്ങൾ വന്ന് പെർഫോം ചെയ്തപ്പോൾ ഞങ്ങൾ വളരെ ഡിസപ്പോയിന്റഡ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് പ്രജിൻ. താങ്ക് യു. ലൈല മജ്നു. ഹായ് പ്രജിൻ ആൻഡ് അഞ്ജലി. കൊറിയോഗ്രാഫർക്ക് ക്രിയേറ്റീവ് റൗണ്ട്, ക്രിയേച്ചർ റൗണ്ടിന്റെ ഡിഫറൻസ് അറിയില്ലേ? ഇല്ല, നിങ്ങൾക്ക് അറിയില്ലേ? ഇല്ല, അഞ്ജലിക്ക് അറിയില്ലേ? അഞ്ജലി പറ. ക്രീച്ചർ റൗണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രീച്ചറിന്റെ ആ ലാംഗ്വേജ് സംഭവം അതേപോലെ ഒബ്സർവ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കും. ക്രിയേറ്റീവ് റൗണ്ട് പറയുമ്പോൾ ഇതുവരെ ആരും കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ കണ്ടുവരാത്ത എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക.
അപ്പോൾ അഞ്ജലിയും ഇതിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. അഞ്ജലി ഇതിന് ഐഡിയ കൊടുത്തിട്ടില്ലേ? അഞ്ജലി ഏത് കൊടുത്താലും ഡാൻസ് ചെയ്യും. ഏത് ഫോം ഓഫ് ഡാൻസ് ഇതുപോലെ എന്ത് ആറ് കൊടുത്താലും എന്തെങ്കിലും ഡാൻസ് ചെയ്യും. കുറച്ചുമായിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? സാർ അത് ഞാൻ ആദ്യം ഒരു കോൺസെപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ പ്രിൻസ് ഓഫ് പേർഷ്യ പറഞ്ഞ ഗെയിമല്ലേ, അതിൻ്റെ ഒരു ഒരു മാർബിൾസ് പോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പിൽ രാജ്ഞീനെ രക്ഷിക്കുന്ന ഒരു സംഭവം, ഭടന്മാരായിട്ട് ഫൈറ്റിങ്, അങ്ങനെയൊക്കെ ഒരു സംഭവം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അത് പ്രജിൻ ഒന്നുമില്ല. പ്രജിൻ സി യു ആർ ഡൂയിങ് ഗുഡ്. നമ്മൾ എന്താ അറിയോ, നമ്മൾ തന്നെ ഫുൾ ആക്കിങ്ങനെ യു ആർ മേക്കിംഗ് അവർ സെൽഫ് ഫുൾ. അതുപോലെ തന്നെ നിങ്ങളാക്കിക്കുന്നു. സി നല്ലതായിട്ട് പോകുമോ പെട്ടെന്ന് നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലോസ് ഇല്ല. വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. നമ്മൾ ജസ്റ്റിഫൈഡ് ആയിട്ട് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നല്ല ടാലന്റ് ഉള്ള കഴിവുള്ള പയ്യനാണ് ഞാൻ. ഇപ്പോൾ നിനക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ നിന്റെ കഴിവ് അതിന് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കഴിവ് അത് വേസ്റ്റ് ആയി പോകും നീ ചെയ്യുന്നത്. കൊറിയോഗ്രാഫർ സമ്മതിച്ചിട്ടില്ല. പ്രശ്നം എന്താ അറിയോ, ഒന്ന് കൊറിയോഗ്രാഫർക്ക് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ കൊറിയോഗ്രാഫർ ആൻഡ് ദ ഡാൻസേഴ്സ് വുഡ് ബി ദയർ. അതില്ലെങ്കിൽ വെറുതെ കൊറിയോഗ്രാഫർ ഒരു ലിങ്ക് ഡാൻസേഴ്സ് ഒരു ലിങ്ക് അത് ആവില്ല. ലോസ് ആർക്കാണ്? കൊറിയോഗ്രാഫർക്കാണ്, നിങ്ങൾക്കാണ്. എക്സ്ക്യൂസ് മീ, അതുപോലെ തന്നെ ഈ കൊറിയോഗ്രാഫർ ഇപ്പം പ്രജിൻ പറയുന്നത് നിങ്ങളുടെ കൊറിയോഗ്രാഫർ കേട്ടില്ല എന്ന് പറയുന്നു. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, കേട്ടില്ല എന്നല്ല, അത് എങ്ങനെ കൺവേ ആവോ ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നപ്പോ അതങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഇത്രയും ഈ ഒരു സെമി ഫൈനൽസിന് തൊട്ട് മുമ്പത്തെ ലെവൽ വരെ പ്രജിൻ ആയിരുന്നു കൊറിയോഗ്രാഫി ചെയ്തിരുന്നു അല്ലേ? പക്ഷെ അതിന് ശേഷമുള്ള ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൊറിയോഗ്രാഫർ വന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഡാൻസസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കൊറിയോഗ്രാഫർ. പക്ഷെ ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളത് കൺവേ ചെയ്യുക. ഇതൊരു ടീം വർക്കാണ്. ഇതിലൊരു പെർഫോമർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല, കൊറിയോഗ്രാഫർ മാത്രം വിചാരിച്ചാലും ഒന്നും നടക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ വ്യൂവേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു കൊറിയോഗ്രാഫറിന്റെ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ പറയുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. എനിവേ പ്രജിൻ, എന്താ പറയുക, കൊറിയോഗ്രാഫറുടെ മിസ്റ്റേക്ക് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അവർക്ക് ഒരു റൗണ്ടിൽ പെട്ടെന്ന് കൊടുത്തിട്ട് ഇത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. അവര് മിസ്റ്റേക്ക് അല്ല സാർ ഞാൻ പറഞ്ഞത്. അവര് തെറ്റ് ചെയ്ത് അല്ല, ഞങ്ങളിത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് കേക്ക് ചെയ്യുന്നു, അങ്ങനെയല്ല. പക്ഷെ കൊറിയോഗ്രാഫർ എടുത്ത് ഇങ്ങനെ അത് കൺവേ ആവൂല എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ തീരുമാനിച്ചെടുത്തത് തന്നെ ഉറുമ്പിന്റെ കാര്യം. ശരിയാ, ഓക്കെ. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Shanti Master. Hi, Prajin Urumbu and Anjali Urumbu. See, for a creative round, maybe Nagada choreographer thought in a different way. ഉറുമ്പുകൾക്കൊക്കെ നല്ല ഈ ഷുഗർ, പഞ്ചസാര, ബ്രെഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ഫീസ്റ്റായി പോകും, ഒരു സെലിബ്രേഷൻ. Maybe he has thought in that way, no? When you carry sugar crystal and all. ഇപ്പോൾ എല്ലാ ഉറുമ്പുകൾക്കും അന്ന് ഷുഗർ ഇത് ക്യൂബ്സ് കിട്ടി. അപ്പോൾ ദേ സ്റ്റാർട്ട് ഡാൻസിങ്, ഒരു ആഘോഷം, ഉറുമ്പുകളുടെ ഒരു ആഘോഷം. മേ ബി ഹി വുഡ് ഹാവ് തോട്ട് ദാറ്റ് വേ ഓൺലി. സോ അത് ഒരു പരിധി വരെ ഇറ്റ് വാസ് നൈസ് ഓൺലി. നിങ്ങളുടെ ആ കോസ്റ്റ്യൂം, പിന്നെ ആ ബ്രെഡിൻ്റെ സ്ലൈസസ്, ഈ ഷുഗർ ക്രിസ്റ്റൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹ്യൂജ് എക്സാജറേറ്റഡ് ഷുഗർ ക്യൂബ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുവന്നത് വിഷ്വലി നന്നായിരുന്നു. ആക്ച്വലി ദ ബേസിക് ഐഡിയ വാസ് വെരി ഗുഡ്, വെരി ക്രിയേറ്റീവ് ആണ്. ഐ ലൈക്ഡ് ഇറ്റ് ആക്ച്വലി. ബട്ട് എന്താണെന്നറിയോ, എക്സിക്യൂഷൻ അത് എങ്ങനെ കൊണ്ടുവരണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രെഡ് വീഴുന്നു, ആ ബ്രെഡിൻ്റെ അടിയിൽ ഒരു ഉറുമ്പ് ഇങ്ങനെ മാട്ടിപ്പോകുന്നു, അതൊക്കെ ദാറ്റ് തോട്ട് ആൻഡ് ഓൾ വാസ് റിയലി ഇറ്റ് വാസ് നൈസ്. ഐ വാണ്ട് ടു കൺഗ്രാറ്റുലേറ്റ് യുവർ കൊറിയോഗ്രാഫർ ഫോർ ദാറ്റ്. വിഷ്വലി ഒരു ഇമ്പാക്റ്റ് അത് കൊണ്ടുവന്നു. പക്ഷെ അത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം, എങ്ങനെ അതിൻ്റെ കണ്ടിന്യൂഷൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തട്ടിമുട്ടി കൂട്ടി ഇടയ്ക്ക് ചെയ്ത ഡാൻസിൽ കുറച്ച് കോർഡിനേഷൻ കുറവ്. വീണ്ടും ഞാൻ ഈ ഒരു വാക്ക്, ഈ ടേംസ് ഞാൻ യൂസ് ചെയ്യുന്നു, പ്രൊഫഷണലിസം ആൻഡ് മെച്യൂരിറ്റി ഇൻ ദ പെർഫോമൻസ്, അത് കുറഞ്ഞു പോയി. ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് അവരുടെ സ്കൂൾ ആനുവൽ ഡേയിൽ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പെർഫോമൻസ് മാതിരി ആയിപ്പോയി. മനസ്സിലായോ? ഇതിലും കൂടി നിനക്ക് മറവി ഉണ്ടായിരുന്നു. ചെയ്ത സ്റ്റെപ്സ് തന്നെ യു ഡിഡ് നോട്ട് ഡു ഇറ്റ് കറക്റ്റ്ലി.
Even Anjali also forgot. But hard luck. നിങ്ങളുടെ കോർഡിനേഷൻ, നിങ്ങളുടെ ഡാൻസിങ് ഇതെല്ലാം കുറച്ച് തെറ്റിപ്പോയത് കാരണം പിന്നെ അതിൻ്റെ ഒരു എക്സിക്യൂഷനും വർക്കൗട്ട് ആയില്ല. ഓക്കെ, ഹാർഡ് ലക്ക്, നോ പ്രോബ്ലം. വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു മാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉറുമ്പിന്റെ ഒരു ടോട്ടൽ ഡാൻസ് ആൻഡ് കളികളൊക്കെ എത്രയാണ്? റോമിയോ ജൂലിയറ്റ് out of 10? 7 on 10. 7 on 10. ലൈല മജ്നു 7 on 10. 7 on 10. ശാന്തി മാസ്റ്റർ ഇരിക്കുന്ന marks and ഈ ഉറുമ്പുകൾ എൻ്റെ ബോക്സിലേക്ക് കയറാൻ പാടില്ല. ഓക്കെ, thank you master. Prajan, Anjali and the whole team. നല്ല thought, പക്ഷെ കുറച്ച് എക്സിക്യൂഷൻ പ്രോബ്ലം ഇവിടെ ഉണ്ടായി. കുഴപ്പമില്ല, we can manage, cover up അടുത്ത റൗണ്ട്. ഓക്കെ അല്ലേ? Okay. താങ്ക് യു Prajan, Anjali and the whole team. ഇനി നമുക്ക് ഒരു കുട്ടി ബ്രേക്ക് എടുക്കാം അല്ലേ? Okay. We'll go for a short break and be right back only on Premier Footwear Let's Dance season.